എല്ലാവർക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഫെമീന എന്ന് പറയുന്ന ചെടി. അധികം ഹൈറ്റൊന്നും വെക്കുന്നില്ല, ഒരടി ഹൈറ്റൊക്കെയാണ് ഇതിന് പൊതുവെ വെക്കാറ്. ഒരടി ഹൈറ്റിൽ നിന്നിട്ട് നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു പ്രകൃതമാണ്. പിങ്ക് കളറ്, അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറുണ്ട്. ഈ വൈറ്റ് കളറിൽ മുട്ടുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇതേപോലെ തന്നെ വിരിയാനായിട്ട് ഇതിലിപ്പോൾ ഒരു പൂവുള്ളൂ, ബാക്കി മുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണം. എല്ലാ ദിവസവും പൂക്കളുണ്ടാവും. നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് ഇതിനെ നടണം. വെയിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഒരു തവണ നട്ടു കൊടുത്താൽ മതി, പിന്നെ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല. പൊതുവെ അങ്ങനെ കീടങ്ങളോ ബാധകളോ ഒന്നും അടിക്കാറില്ല. ഇതിൻ്റെ ഇലയുടെ അടിയിലൊന്നും അങ്ങനെ വെള്ളപ്രാണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇതിനെ അങ്ങനെ പൊതുവെ കീടബാധകളൊന്നും അടിച്ച് കാണാറില്ല. ഇതിന് പൊതുവെ 3 കളറാണുള്ളത്. ഈ ഒരു പിങ്ക് കളറ്, വൈറ്റ് കളറ്, ഒരു വയലറ്റ് കളറും ഉണ്ടാവാറുണ്ട്. പൊതുവെ 3 കളറാണുള്ളത്. ഇതേപോലെ തന്നെയുള്ള വേറൊരു ചെടി കൂടി ഉണ്ട്. പൂവിൻ്റെ ഷേപ്പ് സെയിം ആയിട്ടുള്ളത് ഈ കളർ കണ്ടോ? ഇതേ സെയിം കളർ തന്നെയാണ് ഈ ഫെമീനയ്ക്കും ഉള്ളത്. പക്ഷേ ഈ ഒരു ചെടി ഇത് മെക്സിക്കൻ പെറ്റൂണിയയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് വയ്ക്കും. ഇത് ഏകദേശം ഒരു 3 അടിയോളം ഹൈറ്റ് വെച്ചിട്ട് നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു രീതിയാണ് ഈ ചെടിക്കുള്ളത്. ഇതിനും സെയിം കളർ 3 കളറുകളാണുള്ളത്. ഈ ഫെമീനയുടെ സെയിം 3 കളറുകളാണ് ഈ ചെടിക്കുമുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഹൈറ്റ് വയ്ക്കും എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിൽ മുട്ടുകളുണ്ടാവും, ഇതിൽ വിത്തുകളുണ്ടാവും. വിത്തുകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. തണ്ടും ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് കുത്തിയിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു ചെടി. ഹൈറ്റിൽ ബോർഡർ വെക്കണമെന്നുണ്ടെങ്കിൽ മെക്സിക്കൻ പെറ്റൂണിയ തിരഞ്ഞെടുക്കുക. അതുപോലെ ഹൈറ്റൊന്നും വേണ്ട, ഒരു ഒരടി 1.5 അടിക്കുള്ളിൽ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കണം എന്നുള്ള അങ്ങനെ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഫെമീന സെലക്ട് ചെയ്യുക. ഇതിന് 3 കളറാണുള്ളത്, രണ്ടിനും 3 കളറുകളാണുള്ളത്. ഈ ചെടിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.